ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണ്? സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വന്നേക്കണതേ, നമ്മുടെ കയ്യിലെ ഡ്രൈനെസ് ഒക്കെ മാറി കൈ നല്ല സോഫ്റ്റ് ആവുകയും കൈക്ക് നല്ല നിറം വയ്ക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ പാക്കാണ് കേട്ടോ. ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നല്ലൊരു മാറ്റം തന്നെ നമ്മുടെ കൈക്കുണ്ട്. കൈക്ക് മാത്രമല്ല, നമ്മുടെ കഴുത്തിൽ തേക്കാം, നമ്മുടെ കാലിൽ തേക്കാം, നമുക്കിത് മുഖത്തും തേക്കാവുന്നതാണ്. ഇന്ന് ഞാൻ എൻ്റെ കയ്യിലാണ് തേച്ച് കൊടുത്തത്, ഈ കയ്യിലാണ് തേച്ച് കൊടുത്തത്. അപ്പോൾ കൈക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. കയ്യിലെ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല മാറ്റം തോന്നിയിട്ട്, പിന്നെ നല്ല കൈക്ക് നല്ല ബ്രൈറ്റ്നസ്സും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഈ പാക്ക് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ പാക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിതാ ഞാൻ ഒന്നും തേച്ചിട്ടില്ലേ, ഗ്ലിസറിൻ റോസ് വാട്ടർ ഒന്നും തേച്ചിട്ടില്ല. സാധാരണ ഞാൻ ഗ്ലിസറിൻ റോസ് വാട്ടറൊക്കെ തേക്കുന്നതാണ്. ഈ കാലാവസ്ഥ ഭയങ്കര തണുപ്പാണ്, പിന്നെ നല്ല കാറ്റാണ് ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ശരീരം മൊത്തം ഡ്രൈ ആവും. അപ്പോൾ എൻ്റെ കൈ ഇരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ പാത്രം കഴുകാനും തുണി കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പാക്ക് തേക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ കൈയൊക്കെ നല്ല ഡ്രൈ, സോപ്പും പത കൊണ്ടും നമ്മുടെ കൈയൊക്കെ നല്ലവണ്ണം ഡ്രൈ ആയിട്ടിരിക്കണം. രണ്ട് കൈ കേട്ടോ, രണ്ട് കൈ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. കൈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. എന്താ ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഉണ്ടാക്കാം. പാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനമാണ് തേങ്ങാപ്പാൽ. എന്താ 2 സ്പൂൺ തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ചുമ്മാ നമ്മുടെ കയ്യിൽ മുഖത്തൊക്കെ തേച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മുടെ കയ്യിലെ ഡ്രൈനെസ്സൊക്കെ മാറി സ്കിന്നൊക്കെ നല്ല തിളക്കം കിട്ടാൻ അടിപൊളിയൊരു സാധനമാണ് തേങ്ങാപ്പാൽ. കണ്ടില്ലേ, ഒരു തുള്ളി തേങ്ങാപ്പാൽ തേച്ചതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൈയുടെ മാറ്റം നോക്കിക്കേ, എന്ത് തിളക്കുണ്ട് നോക്കിക്കേ. അപ്പോൾ അത്രയ്ക്ക് അടിപൊളി സാധനമാണ് തേങ്ങാപ്പാൽ കേട്ടോ. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ മാത്രമല്ല, തേങ്ങാപ്പാൽ ഞാൻ കുറച്ച് സാധനം കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ചൊന്നുമല്ല, 2 സാധനം മാത്രം ചേർക്കുന്നു കേട്ടോ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. മെയിനായിട്ട് വേണ്ട സാധനമാണ് ഗ്ലിസറിൻ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ 2 സ്പൂണാണ് തേങ്ങാപ്പാൽ എടുത്തേക്കണത്. നമുക്ക് കുറച്ച് ഗ്ലിസറിൻ മതി, അതായത് 1 ടീസ്പൂണൊക്കെ ഗ്ലിസറിൻ മതിയാകും കേട്ടോ. ഇതാ 1 ടീസ്പൂൺ ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർത്തേക്കേണ്ട സാധനം തേനാണ് ചേർക്കാൻ പോണത്. ഇതാ തേനും 1 ടീസ്പൂൺ മതി കേട്ടോ. അപ്പോൾ തേനും ഗ്ലിസറിനും നമ്മുടെ അടിപൊളി നല്ല കട്ട തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഉച്ചയായി. കാരണം നമ്മുടെ പണികളൊക്കെ കഴിയണമല്ലോ. ഒന്നും കഴിയണം, നമുക്ക് വീഡിയോ ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ പണികളൊക്കെ തീർന്നിട്ട് നമുക്ക് ഈ പാക്കങ്ങ് തേക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ എന്താ പറയുക, ഈ പാക്കൊക്കെ തേക്കുന്നതിന് മുന്നേ നമ്മുടെ കൈകളൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണം. അപ്പം ഞാൻ നല്ല വൃത്തിയിൽ കൈയൊക്കെ നല്ല വൃത്തി കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ തേച്ച കൈ ആട്ടിയത് അതൊക്കെ നല്ല കണ്ടോ, നല്ല തിളക്കം തന്നെയുണ്ട്. 1 തുള്ളി തേങ്ങാപ്പാലാണ് തേച്ചത്. അപ്പോൾ നോക്കി കൈ ഇരിക്കണമൊക്കെ എന്ത് നല്ല തിളക്കണം നോക്കിയേ. ഈ കൈ ഇരിക്കണമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ ഒന്നും കയ്യിൽ തേച്ചിട്ടില്ല. സാധാരണ ഞാൻ ഗ്ലിസറിന് റോസ് വാട്ടറൊക്കെ മിക്സ് ചെയ്തൊക്കെ തേക്കുന്നതാണ്, അല്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണയെങ്കിൽ നമ്മുടെ കൈ തേച്ച് കൊടുക്കുന്നതാണ്. ഇന്നൊന്നും തേച്ചിട്ടേ ഇല്ല. കാരണം നമുക്ക് ഈ പാക്ക് ഒന്ന് ഇട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്നും തേക്കാത്തത് കേട്ടോ. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല കട്ട തേങ്ങാപ്പാലോട്ട് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെള്ളമൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി കട്ട തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തേക്കണത്. രാവിലെ ഇച്ചിരി തേങ്ങ ആവശ്യമുണ്ടായിരുന്നേ. അപ്പോൾ തേങ്ങയൊക്കെ ചേരണ്ടി അതിൻ്റെ നീര് ഞാൻ പിഴിഞ്ഞെടുത്ത് ഞാൻ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ നമുക്കിനി തേച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം ഈ കയ്യിൽ മാത്രമാണ് തേച്ച് കൊടുക്കുന്നത്. ഇതാ നല്ല തേച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മസാജ് ചെയ്യണം. മസാജിലാണ് കാര്യം ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ഈ കയ്യിൽ തേക്കുന്നില്ല കേട്ടോ, ഈ കയ്യിൽ മാത്രമേ തേക്കുന്നുള്ളേ.
അപ്പോൾ നിങ്ങൾക്ക് ഗ്ലിസറിനും തേനും ഒന്നുമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, തേങ്ങാപ്പാൽ മാത്രം മതി. ഞാൻ പറഞ്ഞില്ല 2-3 തുള്ളി തേങ്ങാപ്പാൽ തേക്കുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് നല്ല മാറ്റം, നമ്മുടെ കയ്യിലെ ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയും. അതുമാത്രമല്ല കയ്യിലെ പാടൊക്കെ ഉണ്ടെങ്കിൽ, കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിലും കൈക്ക് നല്ല നിറം വയ്ക്കാനും അടിപൊളി സാധനമാണ് ഈ തേങ്ങാപ്പാൽ കേട്ടോ. അപ്പം പണ്ട് കാലം തൊട്ട് തന്നെ തേങ്ങാപ്പാൽ വെച്ചുള്ള ടിപ്സുകൾ എല്ലാവരും പണ്ട് കാലമുള്ള നമ്മുടെ അമ്മച്ചിമാരും മുത്തശ്ശിമാരും ഒക്കെ ചെയ്യാറുള്ള കാര്യം തന്നെയാണ് തേങ്ങാപ്പാൽ വെച്ചുള്ള പാക്കൊക്കെ. പിന്നെ തേങ്ങാപ്പാൽ തലയിൽ തേക്കുന്നത് നല്ലതാണ്, മുടി നല്ല സോഫ്റ്റ് ആകാനും ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും തേങ്ങാപ്പാൽ തന്നെ പിടിക്കാം അല്ലേ. അപ്പോൾ തേങ്ങാപ്പാൽ നമുക്ക് തേച്ചിട്ട്, തേങ്ങാപ്പാൽ മാത്രമല്ല ഇതിൽ ഗ്ലിസറിനും തേനും ഒക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. നമ്മളിങ്ങനെ എന്താ പറയുക ഡ്രൈ ആയിട്ടിരിക്കുന്ന കൈക്കൊക്കെ ഈ ഒരു പാക്ക് അടിപൊളി തന്നെയാണ് കേട്ടോ. എനിക്ക് അപ്പോൾ ഏതൊരു പാക്ക് തേച്ചാലും ചുമ്മാ അങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ പോരാ, നല്ല വൃത്തിയിൽ ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ. മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ അബ്സോർബ് ആയെങ്കിൽ മാത്രമേ നമുക്കതിന് നല്ല റിസൾട്ട് കിട്ടത്തുള്ളേ. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കാം, നമ്മുടെ കാലിൽ തേച്ച് കൊടുക്കാം, നമ്മുടെ കഴുത്തിൽ തേച്ച് കൊടുക്കാം, ഒക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. തേച്ച് കൊടുക്കുന്നതനുസരിച്ച് തന്നെ നല്ല മസാജ് ചെയ്യണം. നോക്കിക്കേ എൻ്റെ വിരലിൻ്റെ മാറ്റം കണ്ടോ, കുറേ നേരം മസാജ് ചെയ്തു കേട്ടോ. ഈ കൈ ഇരിക്കുന്നതൊക്കെ എന്നാ ഡ്രൈ ആയിട്ട് ഈ കൈ ഇരിക്കുന്നതൊക്കെ നല്ല തിളക്കമുണ്ട്. എല്ലാവർക്കും കൈ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമുക്ക് ഈ ഒരു പാക്ക് തേച്ചാൽ നമ്മുടെ കൈക്ക് നല്ല സോഫ്റ്റ് ആകും കേട്ടോ. അപ്പോൾ തേച്ച് കഴിഞ്ഞാൽ നല്ലോണം മസാജൊക്കെ ചെയ്യണേ. ഒരു 10 മിനിറ്റ് നല്ല വൃത്തിയിൽ മസാജ് ചെയ്യുമെങ്കിലും നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല വൃത്തിയിൽ മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കൈ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു എണ്ണമയമൊക്കെ ഉണ്ടാവും. അപ്പോൾ കയ്യിലൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ മുഖത്തൊക്കെ തേക്കുവാണെങ്കിൽ എന്തായാലും ചെറിയ എണ്ണമയം പോലെയൊക്കെ ഉണ്ടാവേ. അന്നേരം നമ്മൾ എന്തെങ്കിലും കടലമാവോ എന്തെങ്കിലും ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് മുഖം ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതിയിട്ട്. ഒത്തിരി ഫേസ് വാഷ് ഒന്നും എടുക്കണ്ട, ഒരു കുറച്ച് ഫേസ് വാഷ് എടുത്താൽ മതി. അല്ല കടലമാവാണെങ്കിലും കുറച്ച് കടലമാവ് ഉപയോഗിച്ച് മുഖം നല്ല വൃത്തിയും കഴുകിയാൽ മതി. അപ്പോൾ നമ്മൾ കയ്യിൽ തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് കൈയൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു എണ്ണമയൊക്കെ ഉണ്ടാവും, അത് പ്രശ്നമില്ല. അപ്പോൾ ഞാൻ കൈ നല്ല വൃത്തി അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല വൃത്തി തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല വൃത്തി അങ്ങ് മസാജും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കൈ കാണാം കേട്ടോ. എന്നിട്ട് 20 മിനിറ്റ് കഴിയുമ്പോഴാണ് കൈ നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുക്കേണ്ടത്. അപ്പം 20 മിനിറ്റ് 25 മിനിറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല, നമ്മുടെ കയ്യിലല്ല തേച്ച് കൊടുക്കുന്നുള്ളൂ. മുഖത്തൊക്കെ ആണെങ്കിൽ 20 മിനിറ്റ് വരെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ട് എന്നിട്ട് നമുക്ക് കാണാം. അപ്പം നമുക്ക് കുറച്ച് പയർ പറിക്കാം കേട്ടോ. മിനിഞ്ഞാന്ന് ഞാൻ പയർ പറിച്ച് ഇത്തിരി തോരനൊക്കെ വെച്ചായിരുന്നേ. എന്താ ഒരുപാടായിട്ടുണ്ട്. ഒരു കയ്യിൽ ഫോണും അടുത്ത കയ്യിലാണ് കേട്ടോ പയർ പറിക്കണേ. കഴിക്കട്ടെ. അപ്പോൾ വൈകുന്നേരം ചോറാട്ടോ വെക്കണത്. ചോറ് വയ്ക്കുമ്പോൾ നമുക്ക് ഇച്ചിരി പയറും മെഴുക്കുവരട്ടിയും കൂടി ഉണ്ടാക്കാമല്ലോ. പിള്ളേർക്കും ചേട്ടായിക്കും എല്ലാവർക്കും ഇഷ്ടമാട്ടെ ഈ പയറും മെഴുക്കുവരട്ടി. ഇവിടേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. ഇനി പ്രത്യേകിച്ച് വളമൊന്നും അങ്ങനെ ഇടത്തില്ല. ഞങ്ങൾ സാധാരണ ചാരം കണ്ടില്ലേ, അതിൻ്റെ ചോട്ട് ചാരം കണ്ടോ, ചാരമാണ് ഇടുന്നതേ. പിന്നെ നനച്ചു കൊടുക്കും. വെള്ളമുണ്ടല്ലോ, നമ്മളെ തോട്ടിലെ വെള്ളമുണ്ടല്ലോ, അവിടെ നനച്ചു കൊടുക്കും. പിന്നെ ചാരം ഇടും, പിന്നെ ചപ്പുചവറുകളൊക്കെ ചോട്ടിലിടും. ഇതൊക്കെയുള്ളൂ കേട്ടോ, പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇടത്തില്ല. അപ്പം വൈകുന്നേരത്തേക്കുള്ള മെഴുക്ക് വരട്ടിക്ക് ഉണ്ടാക്കാനുള്ള പയറൊക്കെ നമുക്ക് കിട്ടി. കണ്ടില്ലേ, ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് പയർ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ കൂട്ടി നമുക്ക് വൈകുന്നേരത്തേക്കുള്ള മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഇത് നിത്യവഴുതനങ്ങയാണ് കേട്ടോ. ഇതാ ഒരുപാട് ഉണ്ട്, ഒരുപാടൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ മിനിഞ്ഞാന്ന് ഞാൻ തോരൻ വെച്ചായിരുന്നേ. അപ്പോൾ ഇനി നാളെ പറിക്കാം. ഇതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ, ഇത് കഴിക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. എനിക്ക് പിന്നെ പച്ചക്കറി എങ്ങനെ വെച്ചാലും ഞാൻ കഴിച്ചോളും. പിള്ളേർക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. പയർ ഇഷ്ടമാണ്, ഈ വഴുതനങ്ങ ഈ സംഭവമൊന്നും ഇഷ്ടമൊന്നുമല്ല.
അപ്പോൾ അത് ആയി വരുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഇവിടെയൊക്കെ ആയി വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് വേവ് കേട്ടോ, ആവി ഒന്ന് കയറ്റിയാൽ മതി, പെട്ടെന്ന് തന്നെ വെന്തോളും. നല്ല കാറ്റാണ്, കാറ്റും കൊണ്ടങ്ങ് ഇരിക്കാൻ പറ്റുന്നില്ല. നോക്കി, പയറുണ്ട് ഇവിടെ, ഇവിടെ ഇച്ചിരി കൂടെ പയറുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. നമുക്ക് അത്യാവശ്യം പയറൊക്കെ ഇട്ട് നമുക്ക് അകത്തെടുക്കാം. ഈ പ്രാവശ്യത്തെ മാങ്ങയൊക്കെ ആയിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു 3 എണ്ണം ആയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ മാങ്ങയും പിന്നെ ഒരെണ്ണം ചെറുതാണ്, 2 എണ്ണം. എന്തോ അവിടെ മാങ്ങയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ, മാങ്ങ എത്ര വലുതായി എന്നൊക്കെ. ഏകദേശം വലുതായിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിക്ക് ഭയങ്കര ആകാംക്ഷ കേട്ടോ മാങ്ങ കാണാനായിട്ട്. മാങ്ങ ആണോ? ഉണ്ണീസിന് മാങ്ങ തിന്നാൻ കൊതിയാവുകയാണോടാ? പിന്നെ മാങ്ങ കയ്യിൽ കിട്ടിയില്ലല്ലോ, അപ്പത്തേക്ക് നല്ല മണമായോ? അച്ഛനെതിരാ മാങ്ങ പറിക്കാനായിട്ട് ഇരിക്കുന്നു, ഇരുന്നത് താഴോട്ടേക്ക് വീണാക്കല്ലോ. ഇതാ കണ്ട മാങ്ങ, തോട്ടി വേണം പറിക്കണമെങ്കിൽ. കൂട്ടരെന്താ ഓട്ട മത്സരം തുടങ്ങിട്ടോ. അയ്യോ, പതുക്കെ വീഴും. ഉണ്ണിക്കുട്ടനെ ഡാൻസ് ആണ് കേട്ടോ. ഉണ്ണി ഡാൻസ് കളിച്ചേ. ആ, പാട്ടില്ലാണ്ട് ഒരു ഡാൻസ് കളിക്കണത്. ഒന്നുകൂടെ കളിച്ചേ. നല്ല കാറ്റാണ് കേട്ടോ. ഉണ്ണി പറന്നു പോവോ? ഉണ്ണി പറന്നു പോവോ? പേടിയുണ്ടോ? എന്തോ ഡാൻസ് കളിച്ചേ. ആ, സാരില്ല, ഡാൻസ് കളിക്കേ. മാങ്ങ അവിടെ ഒന്നും മോ, ഡാൻസ് കളിക്കേ. എന്നത് അവിടെ മാങ്ങ മോ കണ്ടില്ലായിരുന്നോ? കണ്ടില്ലേ? ആണോ? അവിടെ ഒന്നും മാങ്ങയല്ല, അത് മാവല്ല. എവിടെയാ? ആ, കണ്ടു. അത് ചെമ്പരത്തിയാ. ചെമ്പരത്തി കൊണ്ടോ? ചേച്ചിമാരെന്തേ? ചേച്ചിമാര് വരാറായോ? ആ, പൂച്ചാട്ടിരിക്കട്ടെ. ഉണ്ണീസേ, ചേച്ചിമാര് വരാറായോ നോക്കിക്കേ. ചേച്ചിമാർ ഇല പറിക്കാൻ അടി മേടിക്കും. ഇല പറിച്ചൂടാ. ടാറ്റ പറഞ്ഞേരെ. ആഹാ, ടാറ്റാ. ആർക്കെങ്കിലും കാന്താരി വേണോന്നേ? ഇതാ ഒരുപാട് കാന്താരി ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ, അയച്ചു തരാവേ. എനിക്ക് ഒരുപാട് കാന്താരി ഉണ്ട്. അപ്പം ഞാനുണ്ടല്ലോ, ചോറ് കഴിക്കാൻ നേരത്തെ 2-3 കാന്താരിയൊക്കെ പറിച്ച് ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാന്താരി. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കൊളസ്ട്രോളും ഒക്കെ കുറയാനൊക്കെ കാന്താരി നല്ലതാണ്. അപ്പോൾ ഈ ചമ്മന്തിക്ക് മാത്രമാണ് ഇവിടെ കാന്താരി എടുക്കാറുള്ളൂ. പിന്നെ ഞാൻ തോരൻ ഉണ്ടാക്കില്ലേ, അതിൻ്റെ കൂടെ 2-3 കാന്താരിയൊക്കെ മുറിച്ചിട്ട് കേട്ടോ. കാന്താരി ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരാ ഉള്ളല്ലേ? ചോറ് കഴിക്കാൻ പ്രത്യേകിച്ചുള്ള കറിയുടെ ആവശ്യമൊന്നുമില്ല, കാന്താരി മാത്രം മതി. ഇത് ഓറഞ്ച് പൂവല്ല ഉണ്ണി, ഇത് പഴുത്ത കാന്താരിയാ. കണ്ടോ? എണ്ണി നോക്കിക്കേ എത്ര കാന്താരി ഉണ്ടെന്ന്. 2 കഴിഞ്ഞിട്ട് എത്രയാ? 1 4 പോടാ പൊട്ട 2 3 2 ആയിക്കോട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ
വീഡിയോ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറന്നേക്കല്ല കേട്ടോ. വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.